ഈസി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വർബിനെ കുറിച്ചാണ്. എന്താണ് അഡ്വർബ്? ഒരു ക്രിയയെയോ അതായത് വെർബിനെയോ അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ മറ്റൊരു അഡ്വർബിനെയോ ഒക്കെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഡ്വർബ് എന്ന് പറയുന്നത്. ഒരു അഡ്വർബ് ഒരു പ്രവൃത്തി എങ്ങനെ, എപ്പോൾ, എവിടെ അല്ലെങ്കിൽ എത്രത്തോളം നടന്നു എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയുള്ള രീതിയിലാണ് നടക്കുന്നതെന്ന് ഒരു സെന്റൻസിൽ വ്യക്തമാക്കാനാണ് അഡ്വർബ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. സിങ്സ് അതൊരു ആക്ഷൻ വേർഡ് ആണ്, ഒരു വേർബ് ആണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ബ്യൂട്ടിഫുള്ളി അവള് നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട്. ദ ബോയ് റൺസ് ഓടുകയാണ്. ഓടുന്നത് ഒരു ആക്ഷൻ ആണ്. ആ ആക്ഷൻ എങ്ങനെയാ ചെയ്യുന്നത്? ക്വിക്ക്ലി. ദ ബോയ് റൺസ് ക്വിക്ക്ലി. ഈ സെന്റൻസിൽ ഏതാണ് അഡ്വർബ് എന്ന് മനസ്സിലായല്ലോ. അതുപോലെ ദ പപ്പി ഈസ് വെരി ക്യൂട്ട്. ക്യൂട്ട് എന്ന വാക്ക് അതൊരു അഡ്ജക്റ്റീവ് ആണല്ലേ. പപ്പിയെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ക്യൂട്ട്. ആ ക്യൂട്ടിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. വെരി ക്യൂട്ട്. പപ്പി ഈസ് വെരി ക്യൂട്ട്. ഇവിടെ വെരി എന്നുള്ളത് ഒരു അഡ്വർബ് ആണ്. ദ ബാഗ് ഈസ് ക്വൈറ്റ് ഹെവി. ബാഗ് ഈസ് ഹെവി എന്ന് പറയുന്ന സെന്റൻസിൽ ഹെവി, ബാഗ് വളരെ ഹെവി ആണെന്ന് കാണിക്കുകയാണ്. ആ ഹെവി ഒരു വിശേഷണമാണ്, അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. ക്വയറ്റ് ഹെവി എന്ന് പറഞ്ഞാൽ വളരെയധികം ഹെവിയാണ്. ഇവിടെ ക്വയറ്റ് ഒരു അഡ്വർബ് ആണ്. ഇനി അടുത്ത സെന്റൻസിൽ നോക്കൂ. ഷീ സ്പീക്സ് വെരി സോഫ്റ്റ്ലി. ഇവിടെ സോഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു അഡ്വർബ് തന്നെയാണ്. ഒരു അഡ്വർബിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് പുതിയതായിട്ട് ഒരു അഡ്വർബ് കൊണ്ട്. ഈ സെന്റൻസിൽ രണ്ട് അഡ്വർബ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സോഫ്റ്റ്ലി, സ്പീക്കിനെ വിശേഷിപ്പിക്കുകയാണ് സോഫ്റ്റ്ലി. ഇനി ആ സോഫ്റ്റ്ലിയെ വിശേഷിപ്പിക്കുകയാണ് വെരി, വളരെ സോഫ്റ്റ് ആയിട്ട്. രാഹുൽ റൺസ് ടു ഫാസ്റ്റ്. റൺസ് എന്ന ആക്ടിവിറ്റിയെ വിശേഷിപ്പിക്കുകയാണ് ഫാസ്റ്റ് കൊണ്ട്. അപ്പൊ ഫാസ്റ്റ് ഒരു അഡ്വർബ് അല്ലേ? ആ ഫാസ്റ്റിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് ടു ഫാസ്റ്റ്. രാഹുൽ റൺസ് ടു ഫാസ്റ്റ്. ഇവിടെ ഏതൊക്കെയാണ് അഡ്വർബ്സ്? ഫാസ്റ്റ്, ടു. അഡ്വർബുകൾ കണ്ടുപിടിക്കാനുള്ള കൂടുതൽ സെന്റൻസുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഇത്രയും മതി. ബൈ.